وعليكم السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وخاتم النبيين وشفيع المذنبين ورسول رب العالمين وعلى آله وصحبه الفائزين. أما بعد. ഏറ്റവും ആദരണീയരായ പണ്ഡിത നേതാക്കൾ, സ്നേഹമുള്ള ശ്രോതാക്കൾ, കേൾവിക്കാരൻ ഉസ്താദ് പറഞ്ഞതുപോലെ ഇന്ന് ചൂടാറുന്നതിന് മുമ്പ് അങ്ങനെയാണല്ലോ ചില സംഗതികളൊക്കെ ചൂടാറുന്നതിന് മുമ്പ് കിട്ടിയാൽ അങ്ങനെയാണ്. കോഴിക്കോട് പിന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം ഈ സാധാരണ പത്രം വെക്കുന്നതാണ്. ബസ്സിൽ ഇങ്ങനെ കയറുന്നുണ്ടെങ്കിൽ ചൂടുള്ള വാർത്ത എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എന്നപോലെ എല്ലാ സാധനങ്ങളെ ചൂടോട് കൂടി അവതരിപ്പിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് അതിന്റെ ഒരു ഇതുണ്ട്. ചൂടപ്പം പോലെ വിറ്റഴിയ എന്നൊക്കെ ഒരു ശല്യം ഉണ്ടല്ലോ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് നടന്ന നമ്മുടെ ജിന്നോയികളുമായി ഇന്ന് നടന്ന ഒരു സംവാദം പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിനടുത്ത് ചെറുകുരുത്തി ആറ്റൂരിൽ വെച്ച് നടന്നൊരു സംവാദത്തിന് പങ്കെടുത്ത് നമ്മുടെ പ്രവർത്തകന്മാർ ഒരുപാട് ആളുകളെ പലപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. വഴിയിലൊക്കെ വിളിച്ചാൽ ഇപ്പൊ വീട്ടിലേക്ക് വന്നിങ്ങോട്ട് കയറിയേ ഉള്ളൂ. അപ്പോ ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് ഒരുപാട് പരിപാടികൾ ഉള്ളത് കൊണ്ട് ആ വിഷയം ഒന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ സംവാദത്തിൽ വിഷയാവതരണവും ചോദ്യോത്തരവും ഒക്കെ നടത്തിയ ബഹുമാനപ്പെട്ട ഫൈസൽ ഹസനി രണ്ടത്താണി, അതേപോലെ തന്നെ സംവാദത്തിന് നേതൃത്വം നൽകുകയും അവസാനം വഹാബിസത്തിന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും അടിച്ചിറക്കി ഒരു കിടികിടിലൻ അവലോകന പ്രസംഗം നടത്തുകയും സംവാദത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ട മൊഈനുദ്ദീൻ സഖാഫി ഒക്കെ ഇന്ന് നമ്മുടെ റൂമിൽ അത് സംബന്ധിച്ച് സംസാരിക്കാൻ ഇരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഫൈസൽ ഹസൻ ഉസ്താദ് അവിടുന്ന് ഉസ്താദിന്റെ സ്ഥലത്ത് നിന്ന് കയറാൻ നെറ്റ് സൗകര്യം ലഭിക്കാത്തത് കൊണ്ട് ഉസ്താദിന്റെ റെക്കോർഡായും ബഹുമാനപ്പെട്ട മൊഈനുദ്ദീൻ സഖാഫി നമ്മുടെ റൂമിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്, റൈസാൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദുമാരൊക്കെ സംസാരിക്കും, ഉസ്താദുമാർ അതിന്റെ രീതിയും കാര്യങ്ങളും ഒക്കെ സംസാരിക്കും. ഏതായിരുന്നാലും ഒരു കാര്യം നമുക്കിന്ന് മനസ്സിലായത്, വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്നത് പറയുക എന്നൊന്നുമില്ല, ഇന്നത് പറഞ്ഞുകൊള്ളണമെന്നൊരു നിർബന്ധവുമില്ല, ഇന്നത് പറയണമെന്നില്ല, ഇന്നത് പറഞ്ഞുകൊള്ളണമെന്ന് നിർബന്ധവുമില്ല, ഇന്നത് പറയാൻ പാടില്ലെന്നുമില്ല. അത് ഇന്ന് നമുക്ക് ശരിക്കും ബോധ്യപ്പെട്ടു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളൊക്കെ ഈ അടിക്കുന്ന ആളുകളൊന്ന് PM അടിക്കുന്ന ആളുകളെ ഒന്ന് പിന്നെ ചെയ്യാം. അപ്പോ ഏതായിരുന്നാലും ആ സംവാദത്തിന്റെ, അതായത് പ്രധാനപ്പെട്ട സംവാദത്തിൽ നിന്ന് വളരെ ഉസ്താദാരും വിശകലനം ചെയ്യും, അവലോകനം ചെയ്യും. അതിൽ ഉസ്താദന്മാരൊക്കെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇന്ന് ആ സംവാദത്തില് മധ്യസ്ഥം വഹിക്കാൻ എനിക്ക് അള്ളാഹു തൗഫീഖ് തന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാകട്ടെ. അതിന് നമ്മുടെ ഉസ്താദന്മാരുടെ നേതൃത്വത്തിൽ നമ്മളൊക്കെ നടത്തിയ പ്രവർത്തനങ്ങളും സഹായമൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മൗലിദ്, ആ മൗലിദാഘോഷം, അതിന്റെ പേരിൽ റബീഉൽ മാസം വന്നാൽ പേരെടുത്ത നായകളെ പോലെ നാടാകെ ഓടി നടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിൽ ജന്മദിനത്തിൽ ആഘോഷിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ലോകമാകമാനം ആഘോഷിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമി ലോകത്ത് ജനിച്ച ദിവസമാണ്, ഭൂജാതരായ ദിവസമാണ്. ഇബ്ലീസ് കരഞ്ഞുകൊണ്ട് ഓടിയ ഒരു ദിവസം എന്നാണ്. ആ ഇബ്ലീസിന്റെ അനുയായികൾ ഇപ്പോൾ റബീഉൽ ജനിച്ച ദിവസം റബീഉൽ മാസം വരുന്നതിന് മുമ്പേനെ കരഞ്ഞ് പായൽ ഇറങ്ങും. ആകെ ബഹളമയമായിരിക്കും. അപ്പൊ ആ ബഹളമയമായ അന്തരീക്ഷത്തിൽ നിന്ന് ഏതായിരുന്നാലും വഹാബിസത്തിന് എന്താണ് ആ വിഷയത്തിൽ വഹാബിസത്തിന്റെ നിലപാട് എന്ന് അറിയാൻ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ നിരാശരാക്കി ഞങ്ങളെ വഹാബി മതം. സത്യം പറഞ്ഞാൽ ഞങ്ങളെ നിരാശരാക്കി. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ വിഷയത്തിൽ നിലപാട് പറയുകയുണ്ട്. എന്താണ് അതിന്റെ നിലപാട്? വഹാബി മതം ആ വിഷയത്തിൽ എന്താണ് നിലപാടെന്ന് അറിയാനാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ ഒരു നിലപാട് വേണ്ട ആ വിഷയത്തില് സാധാരണ നമ്മളെ നാട്ടിലൊക്കെ പറയാറുണ്ട്, മുറാദ് ഹാസിലായില്ലെങ്കിൽ ഹാസിലായത് മുറാദാക്കുകയാണ്. മുറാദ് ആസിരായില്ലെങ്കിൽ ആസിരായത് മുറാദ് ആക്കുക എന്നൊരു വർത്താനുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ്
ഇസ്ലാമിന്റെ ഒരു ഉസൂലോ അല്ലെങ്കിൽ തങ്ങൾ ഇതുവരെ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഞങ്ങൾ ഇതുവരെ വാദിച്ച ഒരു വാദമോ കൊണ്ടു നടന്നൊരു ആശയമോ ഒന്നുമില്ല. മറിച്ച് അവിടെ വരുമ്പോ ഇന്ന് അൽഹംദുലില്ലാ നമ്മുടെ പണ്ഡിതന്മാരുടെ നമ്മുടെ പണ്ഡിതന്മാരുടെ ബഹുമാനത്തെ പേരുള്ള അബ്ദുൾ റഷീദ് സഖാഫി ഉസ്താദ്, മേലാറ്റൂർ അബ്ദുൾ റഷീദ് സഖാഫി ഉസ്താദ്, മൊയ്നുദ്ദീൻ സഖാഫി ഉസ്താദ്, അതുപോലെ തന്നെ ഫൈസൽ ഹസൻ കണ്ടത്താണി തുടങ്ങിയ നമ്മുടെ പണ്ഡിത നേതാക്കളുടെ നേതൃത്വത്തിൽ, നമ്മുടെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇന്ന് നടന്ന സംവാദത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കേവലം മൗലികാഘോഷം എന്ന വിഷയം വെച്ചാണ് നമ്മൾ സംവാദം നടത്തിയതെങ്കിലും ആ സംവാദം ഒരുപാട് മേഖലകളിലേക്ക് പോയി. കാരണം മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ മഹാനഗന്മാരായ ഇമാമികളൊക്കെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം ഫാഖിഹാനി തങ്ങൾ വരെ, ഇമാം ഫാഖിഹാനി അടക്കമുള്ള ആളുകൾ വളരെ വ്യക്തമായി പച്ചയിൽ ഇസ്തിഗാസ ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള മഹാന്മാരോട് സഹായാർത്ഥന നടത്തുകയും ചെയ്തതിന്റെ തെളിവുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഡസൻ കണക്കിന് നെടുവേള നീണ്ടു കിടക്കുമ്പോൾ ആ ഇമാം ഫാഖിഹാനി തങ്ങളിൽ നിന്ന് എന്തോ ഒരു ഉദ്ധരണി അവർക്ക് അനുകൂലമായി അവർക്ക് വളച്ചൊടിക്കാനുള്ള ഒരു ഉദ്ധരണി ഇമാം ഫാഖിഹാനി തങ്ങളുടെ പേരിലുണ്ടെന്നതിന്റെ, ഇമാം ഫാഖിഹാനി തങ്ങളുടെ ഗ്രന്ഥത്തിലുണ്ടെന്നതിന്റെ പേരിൽ ആ ഇമാം ഫാഖിഹാനി തങ്ങളെയൊക്കെ പുകഴ്ത്തിയിട്ട് അതേപോലെ തന്നെ ഇമാം സുയൂത്തി ഇമാമിനെ പുകഴ്ത്തിയിട്ട് ഏതായാലും ഇമാം സുയൂത്തി മുഹത്തദിയാണെന്ന വാദം ഞങ്ങൾക്കില്ല. ഇമാം സുയൂത്തി മുവഹിദാണ്, തൗഹീദിന്റെ കട്ടയാണ്. ഇമാം ഫാഖിഹാനി തൗഹീദിന്റെ കട്ടയാണ്. ഇന്ന് അങ്ങനെ തന്നെ അവരുടെ നാവ് കൊണ്ട് പറയിപ്പിക്കുന്നിടത്തേക്ക് സംഗതി എത്തിയെന്ന് മാത്രമല്ല, നബിദിനത്തിന്റെ പേരിൽ എന്തൊക്കെ കാര്യങ്ങളാണോ എന്തൊക്കെ കാരണങ്ങളാണോ അവർ ഇന്നേറെ ഉന്നയിച്ചിരുന്നത് ആ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ കുഴിച്ചു മൂടിയിട്ട് അങ്ങനെയാണെങ്കിൽ ആ ഒരു ഉസൂല് വെച്ച് ആ ഒരു അടിസ്ഥാനം വെച്ച് ആ ഒരു മാനദണ്ഡം വെച്ച് ഇസ്ലാമിൽ ഉള്ള ഏതൊരു കർമ്മങ്ങളെയും എടുത്തടക്കുകയും പരിശോധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് നീങ്ങുമെന്ന സന്ദേശം ബോധ്യപ്പെടുത്താൻ ഇന്ന് അൽഹംദുലില്ലാ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് പൂർണ്ണമായ രീതിയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് CD ഒക്കെ ഇറങ്ങും, അത് കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള അവസരവും തൗഫീഖും ഒക്കെ അല്ലാഹു നമുക്ക് നൽകട്ടെ. ഞാൻ നീട്ടി പറയുന്നില്ല, ബഹുമാനപ്പെട്ട ഉസ്താദ് കാത്തിരിക്കുകയാണ്. നമ്മുടെ സംവാദത്തിന് നേതൃത്വം നൽകുകയും സംവാദത്തിൽ അവലോകന പ്രസംഗം നടത്തുകയും ഒക്കെ ചെയ്ത ബഹുമാനപ്പെട്ട മൊയ്നുദ്ദീൻ സഖാഫി ഉസ്താദ് നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസരം ആവശ്യപ്പെടുകയാണെങ്കിൽ ആ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെയും സംസാരിക്കാൻ, ഞാൻ എപ്പോഴും നമ്മുടെ റൂമിൽ ഉണ്ടാകുന്ന ആളല്ലേ, നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ നമ്മുടെ വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട മൊയ്നുദ്ദീൻ സഖാഫി ഉസ്താദ് നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട്. ഉസ്താദിനെ ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. STVക്ക് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം എന്ന വാക്കിൽ ഒതുക്കാതെ നമ്മുടെ ആദരണീയരായ ഉസ്താദുമാർ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദീനിലും അവരുടെ ഇൽമിലും ജീവിതത്തിലുമൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന ഈ മഹത്തായ പ്രാർത്ഥന ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷക്കണക്കായ പ്രവർത്തകന്മാരുടെ പ്രാർത്ഥന ഉസ്താദുമാർക്കുള്ള സ്വാഗതമായി അർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദുകളെ ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് മൈക്ക് റിലീസ് ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിന് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം STVക്ക് വേണ്ടി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണല്ലോ അല്ലേ? അൽഹംദുലില്ലാഹ്, ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മൾ ചെറുതുരുത്തിയിൽ നടത്തിയിട്ടുള്ള നമ്മുടെ സംവാദം മുജാഹിദ് പ്രസ്ഥാനം നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നാളിതുവരെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു അടിസ്ഥാനത്തെ നമ്മൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഇൻഷാ അല്ലാഹ് അതിൻ്റെ CD ഇറങ്ങുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. ഇൻഷാ അല്ലാഹ് ബോധ്യപ്പെടും. നമ്മുടെ ഫൈസൽ ഹസനി ഉസ്താദും അതുപോലെ റഷീദ് സഖാഫി ഉസ്താദൊക്കെ വളരെ ഭംഗിയായി വിഷയം അവതരിപ്പിക്കുകയും അതുപോലെ മറുപടിയും ഒക്കെ നിർവഹിച്ചു. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ വിഷയം അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട നമ്മുടെ ഫൈസൽ ഹസനി ഉസ്താദായിരുന്നു. വളരെ ഭംഗിയായി മഹാനായ ഉസ്താദ് അവർകളത് നിർവഹിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഈ വിഷയത്തിൽ വഹാബി പ്രസ്ഥാനം വാദിച്ചത്, എല്ലാ കാലവും വാദിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്തത് കൊണ്ട്, നബിദിനാഘോഷം എന്ന പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്തത് കൊണ്ട് അത് ബിദ്അത്താണ്, അനാചാരമാണ്, അത് തള്ളേണ്ടതാണ്
എന്നൊരു ആശയമായിരുന്നു അവർ വിഷയാവതരണത്തിലും അതുപോലെ അവരുടെ മറുപടി പ്രസംഗത്തിലും അവരുടെ വ്യവസ്ഥയിലൊക്കെ എഴുതിയിട്ടുള്ളത്. ആ ഒരു അടിസ്ഥാനത്തെ അവർ ഈ നമ്മൾ ചെയ്യുന്ന മുഴുവൻ ആചാരങ്ങളെയും അനാചാരമായി ചിത്രീകരിക്കുന്നത്, അനാചാരമായി കൊണ്ടു നടക്കുന്നത്, പ്രസംഗിക്കുന്നതും എഴുതുന്നതുമൊക്കെ നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അനാചാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് തെറ്റാണ് എന്ന ഒരു ആശയമാണ് നമ്മൾ ചെയ്യുന്ന മുഴുവൻ ആചാരങ്ങളെയും സുന്നത്തുകളെയും അനാചാരമായി പറയാൻ നമ്മുടെ വഹാബികൾ പ്രസംഗിക്കാറുള്ളതും കൊണ്ടുവരാറുള്ളതും ഒക്കെ നമുക്കറിയാം. സൗണ്ട് ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? ഓക്കെ സൗണ്ട് ഉണ്ട്. നമ്മൾ ആദ്യം അവരുടെ ആ വാദത്തെയാണ് നമ്മൾ പൊളിച്ചടക്കിയത് നമ്മുടെ വിഷയാവതരണത്തിൽ. ഫൈസൽ ഹസനി ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്തതിനാൽ, ഒരു കാര്യം ചെയ്തു എന്ന് സ്ഥിരപ്പെടാത്തതിനാൽ, ഒരു കാര്യം തെറ്റാണ് എന്ന് പറയുകയാണെങ്കിൽ, തള്ളപ്പെടേണ്ടതാണെന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഖുതുബയിൽ സ്വലാത്ത് ചൊല്ലൽ അത് ഫർളാണ് എന്നും റുക്നാണെന്നും നിങ്ങളുടെ മദ്രസ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഏതെങ്കിലും ഒരു ഖുതുബയിൽ അവിടുന്ന് സ്വലാത്ത് ചൊല്ലിയതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? അങ്ങനെ തുടങ്ങിയിട്ട് അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറാവീഹ് 30 ദിവസവും അല്ലെങ്കിൽ റമദാൻ 29 ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറാവീഹ് വലിയൊരു ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ നേതൃത്വം കൊടുത്തിട്ടുണ്ടോ? ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു എന്ന് സ്ഥിരപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എടുത്തു ചോദിച്ചു. അതൊന്നും ഇല്ല എന്ന് അവരുടെ മറുപടി പ്രസംഗത്തിലും അവരുടെ ആ വിഷയാവതരണത്തിലും എല്ലാം അവർ സമ്മതിച്ച സ്ഥിതിക്ക് നമ്മൾ പറഞ്ഞു, അൽഹംദുലില്ലാ, നിങ്ങളുടെ വാദം എടുത്തിട്ടുള്ളത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്തതിനാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഖുതുബയിൽ സ്വലാത്ത് ചൊല്ലാൻ പറ്റൂല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തറാവീഹ് നിസ്കരിക്കാൻ കഴിയൂല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഖുർആൻ മറിച്ചു നോക്കാൻ പറ്റൂല. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഉദാഹരണ സഹിതം നമ്മൾ സമർപ്പിക്കുകയും ശേഷം നമ്മുടെ വാദത്തിന് നമ്മൾ ആയത്ത് ഉദ്ധരിച്ച് തന്നെ നമ്മുടെ വിഷയാവതരണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അൽഹംദുലില്ലാ. അലം തറ ഇലല്ലദീന ബദ്ദലു നിഅമത്തല്ലാഹി കുഫ്റൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഇബ്രാഹിമിന്റെ 28ാമത്തെ സൂക്തം ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ അത് വളരെ ഭംഗിയായി നമ്മൾ അവതരിപ്പിച്ചു. അഥവാ നമ്മൾ നബിദിനാഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുൽ ആലമീനാവുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ അനുഗ്രഹത്തിന് അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്നാണല്ലോ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഈ സൂക്തത്തിലൂടെ അള്ളാഹു ശുക്ർ ചെയ്യണമെന്ന് നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. വലിഹാദാ നദബല്ലാഹുൽ മുഅ്മിനീന ഇലൽ ഇഅ്തിറാഫി ബിഹാദിഹി നിഅമ വമുഖാബലതിഹാ ബിദിക്രിഹി വശുക്രിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുന്ന നിഅമത്തിന് ശുക്ർ ചെയ്യണമെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് തന്നെ ആ ശുക്റിന്റെ ഭാഗമായി കൊണ്ടാണ് നമ്മൾ ആഘോഷിക്കുന്ന നബിദിനം എന്ന് നമ്മൾ സമർപ്പിച്ചു. ശുക്രി എന്ന ഉദ്ധരണിയൊക്കെ ഉദ്ധരിച്ച് നമ്മളത് സമർപ്പിക്കുകയും ചെയ്തു. പിന്നീട് അവർ വിഷയം അവതരണം നടത്തി. നമ്മൾ ആദ്യം വിഷയം അവതരിപ്പിച്ചതുകൊണ്ട് ആദ്യം അവരായിരുന്നു നമ്മോട് ചോദ്യം ചോദിച്ചത്. അവർ ചോദിച്ചത് ആയത്ത് ഉണ്ടോ എന്നാണ് നമ്മോട് ചോദിച്ചത്. നമ്മൾ വ്യക്തമായി ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു എന്ന ആയത്ത് ഓതി. അലം തറയിൽ ഫൈസൽ ആയിരുന്നു അപ്പുറത്ത് പ്രതിനിധീകരിച്ച് വന്നത്. വേറെ ആരും ഏതോ ഒരു താടിയും കൂടി മുളക്കാതൊരു ചെക്കനും ഉണ്ട്, ഒന്നും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഫൈസൽ മുസ്ലിയാരായിരുന്നു എന്ന് പേരിൽ അറിയപ്പെടുന്ന ഫൈസൽ മൗലവിയായിരുന്നു ജിന്നൂരികളുടെ നേതാവ്. അയാളായിരുന്നു വന്നത്. അയാൾ ചോദിച്ചു, ഏതെങ്കിലും ആയത്തുണ്ടോ? ആയത്ത് നമ്മൾ ഉദ്ധരിച്ചു. ആയത്ത് പറഞ്ഞപ്പോൾ പിന്നെ ഫൈസലിന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും മുഫസ്സിരീങ്ങൾ ഇങ്ങനെ മൗലിദ് ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നായി. നമ്മൾ മൗലിദ് ആഘോഷിക്കാൻ വേണ്ടി ഇമാമിങ്ങളെ വിഷാദനം അതൊക്കെ തോട്ടുക്ക് വലിച്ചെറിയണം എന്ന രീതിയിൽ സംസാരിച്ച ഫൈസൽ മൗലവി നമ്മുടെ ആയത്ത് അങ്ങോട്ട് ചെന്നപ്പോൾ ഏതെങ്കിലും ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടോ, ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഏതെങ്കിലും ഇമാമിങ്ങൾ ഇത് നബിദിനാഘോഷത്തിന് തെളിവാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നായിരുന്നു അയാളുടെ ചോദ്യം. നമ്മൾ വ്യക്തമായി മറുപടി പറഞ്ഞു,
ഖുർആൻ അല്ലെങ്കിൽ ഈ ആയത്തിലൂടെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആഘോഷിക്കണം. അവിടെ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മത്തിഹി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി തന്നെയാണ്, ഞങ്ങൾക്കും സംശയമില്ല എന്ന് ഫൈസൽ തന്നെ പറഞ്ഞ സ്ഥിതിക്ക്, ആഘോഷിക്കണമെന്ന് ഖുർആൻ പറഞ്ഞ സ്ഥിതിക്ക് വേറൊരു മുഫസ്സിർ പറഞ്ഞാലേ ഇത് തെളിവാകൂ എന്ന വാദം സുന്നികൾക്കില്ല, നിങ്ങൾക്കുമില്ല. അതുകൊണ്ട് ഈ ചോദ്യത്തിന് അർത്ഥമില്ല എന്ന് നമ്മൾ മറുപടി പറഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ അവരുടെ ആശയത്തെ സ്ഥിരീകരിക്കാൻ ഇന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യുന്ന നബിദിനാഘോഷം തെറ്റാണ്, അനാചാരമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് പകരം നിങ്ങൾ ഏതെങ്കിലും ഇമാമിങ്ങൾ ഏതെങ്കിലും മുഫസ്സിരീങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ച് അത് ആവർത്തിക്കുകയല്ലാതെ ഫൈസൽ മൗലവിക്ക് നമ്മുടെ മറുപടിയെ തൊടാനോ അല്ലെങ്കിൽ ആ മറുപടി ശരിയായില്ല എന്ന് സമർത്ഥിക്കാനോ അദ്ദേഹത്തിന് സാധിക്കാതെ കുഴങ്ങുന്ന ഒരവസ്ഥയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഉത്തമ നൂറ്റാണ്ടിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നായിരുന്നു പിന്നീട് അയാളുടെ ചോദ്യം. നമ്മളും അതിനും വ്യക്തമായി മറുപടി പറഞ്ഞു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ല എന്ന് സമ്മതിച്ചാൽ തന്നെ, കാരണം നിങ്ങൾ ഈ നബിദിനാഘോഷവും അതുപോലെ നമ്മൾ ചെയ്യുന്ന ആചാരങ്ങൾ മുഴുവനും നിങ്ങൾ ബിദ്അത്തായി ചിത്രീകരിക്കുന്നത് അത് നബി ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സ്വഹാബത്ത് ചെയ്തിട്ടില്ല എന്ന അബദ്ധജടിലമായ ഒരു ആശയം വെച്ചുകൊണ്ടായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ വാദത്തെയാണ് ഞങ്ങളിവിടെ ഗണ്ണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ല എന്ന് സമ്മതിച്ചാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു എന്ന് സ്ഥിരപ്പെടാത്തതെല്ലാം തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോന്നും അക്കമിട്ട് പറഞ്ഞു. ഖുത്ബയിലെ സ്വലാത്ത് പറഞ്ഞു, തറാവീഹിലെ ജമാഅത്ത് പറഞ്ഞു, അങ്ങനെ ഓരോന്നും പറഞ്ഞു. അതിനൊന്നും ഫൈസൽ മൗലവിക്ക് ഒന്നും പറയാനില്ലാതെ 5 അവസരങ്ങളായിരുന്നു ഓരോ വിഭാഗത്തിനും ഉണ്ടായിരുന്നത്. അതങ്ങനെ അവസാനിച്ചു. പിന്നീട് നമ്മുടെ ചോദ്യാവസരമായിരുന്നു. നമ്മൾ 6 ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ഒന്നിനും ഒരു നിലക്കും മറുപടി പറയാതെ കുഴങ്ങുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മൾ ആദ്യമായിട്ട് ചോദിച്ച ഈ ചോദ്യമായിരുന്നു, നിങ്ങൾ എടുത്തിട്ടുള്ള നിങ്ങളുടെ ഈ വാദത്തിന്റെ അടിസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെയ്യാത്തതിനാൽ നബിദിനാഘോഷം തെറ്റാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്, നബിദിനാഘോഷം അനാചാരമാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. എങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഖുതുബയിലെ സ്വലാത്ത് അത് നിർബന്ധമാണെന്നും റുക്നാണെന്നും എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾക്ക് സ്ഥിരപ്പെടുത്താൻ പറ്റുമോ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്ന് ചോദിച്ചപ്പോ അതിന് ഫൈസൽ മൗലവി പറഞ്ഞ മറുപടി സുബ്ഹാനല്ലാഹ്, നമ്മൾ തന്നെ അന്തം വിട്ടുപോയി. അയാൾ പറഞ്ഞ മറുപടി കാന യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുമായിരുന്നു, അതുപോലെ ജനങ്ങൾ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്ന ഹദീസുണ്ട്. അതിലെവിടെ ഫൈസൽ മൗലവി സ്വലാത്ത് ചൊല്ലിയിരുന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. സ്വലാത്ത് ചെല്ലണമെന്ന് നിർബന്ധമാണെന്ന് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിങ്ങൾ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെയ്തു എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല എങ്കിൽ അത് അനാചാരമാണെന്നും നിങ്ങൾ പറയുന്നു. ഇത് രണ്ടും വൈരുദ്ധ്യമല്ലേ? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിലും അത് ഫർളാവാമെങ്കിൽ അത് സുന്നത്താവാമെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ നബിദിനാഘോഷം നബി ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യം? അത് നിരർത്ഥകമാണ്. ആ ചോദ്യം തന്നെ തെറ്റാണ്. അത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ കുറിച്ചുള്ള വിവരക്കേടാണ് എന്ന രീതിയിൽ നമ്മളത് അവിടെ സമർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ ആ ചോദ്യത്തിന് ഖുത്ബയിലെ സ്വലാത്ത്, അതുപോലെ നമ്മൾ പിന്നെ ചോദിച്ചു ഫൈസൽ മൗലവിയോട്, റളിയല്ലാഹു അൻഹു നിങ്ങൾ പറയാറുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അത് പുണ്യകരമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, അത് മതാചാരപ്രകാരം ഒരു മതാചാരമാണെന്ന് നിങ്ങൾ പറയാറുണ്ട്. എങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേര് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റളിയല്ലാഹുവിന് പറഞ്ഞിട്ടുണ്ടോ? ഉമർ റളിയല്ലാഹുവിന്റെ പേര് കേട്ടപ്പോൾ സിദ്ദീഖ് തങ്ങൾ റളിയല്ലാഹുവിന് പറഞ്ഞിട്ടുണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേര് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഫൈസൽ മൗലവി അതിന് മറുപടി പറഞ്ഞത് ഖുർആനിലുണ്ട് റളിയല്ലാഹു അൻഹും വറദു അൻഹു. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ പറഞ്ഞു, അതന്നെയാണ് ഞങ്ങളും പറഞ്ഞത്. ഖുർആനിൽ റളിയല്ലാഹു അൻഹു വറദു അൻഹു എന്നുണ്ട്, എന്നാൽ അവരുടെ പേര് കേട്ടപ്പോൾ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു എന്നുണ്ടോ? ഖുർആനിൽ ഫബിദാലിക ഫൽയഫ്റഹു എന്നുണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ ഇല്ല, അത് റബീഉൽ അവ്വൽ 12 ചെയ്തു എന്ന് തന്നെ നിങ്ങൾ ചോദിക്കുന്ന നിങ്ങൾ, അത് റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെയ്തു എന്ന് തെളിയണം. ആഘോഷിച്ചിരുന്നു എന്ന് തെളിഞ്ഞാൽ പോരാ എന്ന് നിങ്ങൾ ആഘോഷിക്കണമെന്ന കൽപ്പന പോരാ എന്ന് പറയുന്ന നിങ്ങൾ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു എന്ന രീതിയിൽ ഖുർആൻ ആയത്തുണ്ടായാൽ മതി, നബി തങ്ങൾ ചെയ്തോളണമെന്നില്ല എന്ന് ഫൈസൽ മൗലവി സമ്മതിക്കുകയാണ്. അതുപോലെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ 1 മുതൽ അവസാനം വരെ തറാവീഹ് ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ടോ മൗലവിയും ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് മറുപടി. എന്നിട്ട് നിങ്ങൾ എന്തിനാ നിസ്കരിക്കുന്നു ചോദിച്ചപ്പോൾ അതിന് ഫൈസൽ മൗലവി പറഞ്ഞത് അത് 3 ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 3 ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്താൽ അങ്ങനെയാണെങ്കിൽ ശവ്വാൽ 1-നല്ലേ നബി തങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചിട്ടുള്ളൂ, 1-ന് പെരുന്നാൾ ആഘോഷിച്ചാൽ നിങ്ങൾ അത് 30 ദിവസം പെരുന്നാൾ ആഘോഷിക്കുമോ എന്ന് നമ്മൾ ഫൈസൽ ഹസൻ ഉസ്താദ് ചോദിച്ചു. മറുപടി ഉണ്ടായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുന്ന അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യാം എന്ന് ഖുർആൻ പറഞ്ഞാൽ അത് റബീഉൽ അവ്വൽ 12-നും ആവാം, അല്ലാതെയും ആകാം. അതിന് പുണ്യമുണ്ട് എന്ന് ഫൈസൽ മൗലവി എത്രത്തോളം പറഞ്ഞു. അതായത് മദ്ഹ് പറയുന്നത് ഞങ്ങൾക്ക് തർക്കമില്ല, നബിയുടെ പ്രകീർത്തനങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് തർക്കമില്ല, അതിന് പുണ്യമുണ്ട്. അത് റബീഉൽ അവ്വൽ 12-ന്റെ പുണ്യം കരുതിക്കൊണ്ടാണെങ്കിൽ അതിന് തെളിവ് വേണം. നമ്മൾ പിന്നെയും ചോദിച്ചു, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ എന്ന് നിങ്ങൾ പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ മാതൃകയുണ്ടോ? എന്ന് ഫൈസൽ മൗലവി പറഞ്ഞത് സലുത്ത് തസ്ബീത എന്ന് ഹദീസിലുണ്ട്. ഓക്കെ, സലുത്ത് തസ്ബീത എന്ന ഹദീസിലുണ്ട്. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ എന്ന രീതിയിൽ തന്നെ പറയണമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതില്ല. എന്നാൽ ആഘോഷിക്കണമെന്ന് ഖുർആനിലുണ്ട്. അത് റബീഉൽ അവ്വൽ 12-ന് ഇതേ രീതിയിൽ ഇതേ കോലത്തിൽ വേണം എന്നില്ല എന്നല്ലേ തസ്ബീത്തിലൂടെ നിങ്ങൾ സമ്മതിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിനും ഫൈസൽ മൗലവിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ഖുത്ബയിലെ സ്വലാത്തും തറാവീഹും തസ്ബീത്തും ഇങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ നമ്മളോട് ചോദിച്ചപ്പോൾ മറുപടി ഇല്ലാതെ ഫൈസൽ മൗലവി ഇങ്ങനെ വയലുന്നതും അവസാനം നമ്മുടെ സംഘടനാപരമായിട്ടുള്ള അതുപോലെ വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ഉസ്താദുമാരെ പ്രകോപിപ്പിക്കാൻ അയാൾ ശ്രമിച്ചെങ്കിലും നമ്മുടെ ഉസ്താദുമാർ പക്കട കൈവിടാതെ തന്നെ വളരെ സന്തോഷപൂർവ്വം അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമ്മൾ ആയത്ത് ഓതിയപ്പോൾ അതിന് തഫ്സീർ വേണം എന്നായിരുന്നു ഫൈസൽ മൗലവി പറഞ്ഞത്. നമ്മൾ പിന്നെ ചോദിച്ചു, നിങ്ങൾ നബിദിനാഘോഷം തെറ്റാണെന്നാണല്ലോ പറയുന്നത്, അത് അനാചാരമാണെന്നാണല്ലോ പറയുന്നത്, എങ്കിൽ നബിദിനാഘോഷം തെറ്റാണ് എന്നതിന് ആയത്ത് ഓതാൻ പറ്റുമോ? ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും മുഫസ്സിർ, പ്രാമാണിക മുഫസ്സിറിനെ നിങ്ങൾക്ക് ഉയർത്തിക്കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഫൈസൽ ഹസനിക്ക് ആയത്തുണ്ടായിരുന്നില്ല. ഏത് വിഷയത്തിനും കവലപ്രസംഗം നടത്തുമ്പോൾ ഏത് വിഷയത്തിനും കവലപ്രസംഗം നടത്തുമ്പോൾ നബിദിനാഘോഷത്തിനാവട്ടെ ഏതിനാണെങ്കിലും ആയത്തും ഹദീസും ഇങ്ങനെ പ്രസംഗിക്കുന്ന ആളുകൾക്ക് മുന്നിൽ കിട്ടിയപ്പോൾ നമ്മുടെ ഒരു ആയത്ത് ചോദിച്ചപ്പോൾ മൗലിദാഘോഷം തെറ്റാണ് എന്നതിന് ഒരായത്ത് ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഈ ആയത്ത് ഉദ്ധരിച്ചിട്ട് ഏതെങ്കിലും മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മുഫസ്സിർ എന്ന പേരിൽ ബഹുമാനപ്പെട്ട അല്ലാമ ഫാക്കിഹാനി റഹ്മത്തുള്ളാഹി അലൈഹിനെ ഉദ്ധരിച്ചു. ആ രീതിയിൽ ആ ഫാക്കിഹാനി റളിയല്ലാഹു ഉദ്ധരിച്ചു എന്നല്ലാതെ അദ്ദേഹത്തിന് ഒരു തഫ്സീറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയത്തോ അദ്ദേഹത്തിന് ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ല. ഫാക്കിഹാനിയുടെ ഉദ്ധരണിക്ക് നമ്മൾ വ്യക്തമായി തന്നെ നമ്മുടെ മറുപടിയിലും അതുപോലെ അവലോകനത്തിലും നമ്മൾ അതിൻ്റെതായ രീതിയിൽ മറുപടി പറയുകയും അല്ലാമ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് പറഞ്ഞിട്ടുള്ള മറുപടിയൊക്കെ വ്യക്തമായി നമ്മളങ്ങോട്ട് ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അവിടെ ഇന്ന് നടന്നത് നാളിതുവരെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് ആകെ 2 വിഷയമുള്ളത്. സുന്നികളെ ഒന്ന് മുശ്രിക്കാക്കാൻ ഷിർക്കിന്റെ നിർവചനം അത് ക്ലിയറായി അവർ പഠിച്ചിട്ടില്ല. അതുപോലെ നമ്മൾ ചെയ്യുന്ന ആചാരങ്ങളെല്ലാം ബിദ്അത്തായി ചിത്രീകരിക്കാൻ അവർ ബിദ്അത്തിന്റെ നിർവചനവും മാറ്റി, നമ്മൾ മുശ്രിക്കാക്കാൻ ഷിർക്കിന്റെ നിർവചനവും മാറ്റി. അൽഹംദുലില്ലാ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ബിദ്അത്താണ് എന്നതിന് അവരെ സമൂഹത്തെ പഠിപ്പിച്ചത്, അവരുടെ അൽമനാറിൽ എഴുതിയത്, മൗലിദുൻ നബി എന്ന് പറയുന്ന അതുപോലെ അവരുടെ മൗലിദ് ആഘോഷവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളെല്ലാം എഴുതിയത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. അതിനാൽ അത് ബിദ്അത്താകുന്നു. പിന്നെ ഫൈസൽ മൗലവി ചോദിച്ചിരുന്നത്, നിങ്ങൾക്ക് ബിദ്അത്ത് 2 വിധമുണ്ടെങ്കിൽ ഒരു തെറ്റായ ബിദ്അത്തിന് ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ എന്നാരും കാര്യമായിട്ട് ഫൈസൽ മൗലവി ചോദിച്ചിരുന്നത്. അതിന് നമ്മൾ റഷീദ് ഉസ്താദ് വളരെ ഭംഗിയായി മറുപടി പറഞ്ഞു. ഖുതുബ പരിഭാഷ തന്നെയാണ് അത്. നബിദിനാഘോഷം നിങ്ങളുടെ ഒരു മുൻകറത്തായ ബിദ്അത്തിന്, തെറ്റായ ബിദ്അത്തിന് ഉദാഹരണം അതിന് ആയത്ത് മോദി വമയ്യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീൽ മുഅ്മിനീൻ എന്ന ആയത്ത് കോതിയിട്ട് നമ്മൾ നന്നായി അത് വിശദീകരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് തന്നെ നബിയുടെ സാന്നിധ്യത്തിൽ റബീഉൽ അവ്വൽ 12-ന് മഹാന്മാരായ അൻസാറുകളായ സഹാബത്ത് വജബ ശുക്റു അലൈന എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കുകയും അവിടത്തേക്ക് നന്ദി പ്രകടനം നടത്തുകയും ചെയ്ത സംഭവങ്ങളൊക്കെ റബീഉൽ അവ്വൽ 12-ന് തന്നെ നടത്തിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഉദ്ധരിക്കുകയുണ്ടായി. ഇതിനൊന്നും അവർക്ക് കൃത്യമായി മറുപടി ഉണ്ടായിരുന്നില്ല.
അവസാനം അവര് പറഞ്ഞു, ഞങ്ങൾ ചോദിച്ചു, പിന്നീട് നമ്മൾ ചോദിച്ചത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഇവരൊക്കെ നബിദിനാഘോഷം സുന്നത്താണെന്നും മൗലിദ് ആഘോഷം സുന്നത്താണെന്നും പ്രതിഫലം കിട്ടുന്ന കാര്യമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ബിദ്അത്ത് ചെയ്തവരാണോ എന്ന് ചോദിച്ചപ്പോ സുയൂത്തി ഇമാം ബിദ്അത്ത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഇമാം സുയൂത്തി ബിദ്അത്ത് ചെയ്തിട്ടില്ല എങ്കിൽ നബിദിനാഘോഷവും ബിദ്അത്തല്ല എന്ന് നിങ്ങൾ പറയേണ്ടി വരും. കാരണം മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വശരീരത്തിന് വേണ്ടി അറവ് നടത്തിക്കൊടുത്തതും ആ അറവ് നടത്തിക്കൊടുത്തത് തെളിവായിട്ട് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇസ്തഹ്ബു ലനാ ഇദ്ഹാറു ശുക്രി, നമുക്ക് നന്ദി പ്രകടനം നടത്തല് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സുന്നത്താണ് എന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഹാവി നമ്മൾ ഉദ്ധരിച്ചു. അതുപോലെ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു മുശ്രിക്കാണെന്ന് ചോദിച്ചപ്പോൾ മുശ്രിക്കല്ല എന്ന് പറഞ്ഞു. നമ്മൾ യാ സയ്യിദുർ റസൂലില്ലദീ ഫാഖൽ വറ എന്ന് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി ഇസ്തിഗാസ നടത്തിയ ആളാണ്. അപ്പൊ ഇസ്തിഗാസയും ശിർക്കല്ല എന്നീ സംവാദത്തിലൂടെ നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വന്നു എന്ന് നമ്മൾ അവരോട് പറയുകയുണ്ടായി. അതിനൊന്നും അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അതുപോലെ ഒരുപാട് ഇമാമിങ്ങളെ നമ്മൾ ഉദ്ധരിച്ചു. ആ ഇമാമിങ്ങളൊക്കെ ശിർക്ക് ചെയ്തവരാണെന്നും ബിദ്അത്ത് ചെയ്തവരാണെന്നും അവരൊക്കെ നരകത്തിലേക്കുള്ള വഴിയിലുള്ളവരാണെന്നും നിങ്ങൾ സമ്മതിക്കേണ്ടി വരും നിങ്ങളിത് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അതിനൊന്നും അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു മുബ്തദി അല്ല, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു മുബ്തദി അല്ല എന്ന രീതിയിലായിരുന്നു അവർക്ക് പറയേണ്ടി വന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വാദത്തിന് നമ്മൾ ആയത്തോതുകയും അവർ കൊണ്ടുവന്നിട്ടുള്ള അബദ്ധജടിലമായ ആശയത്തെ നമ്മൾ ചെയ്യുന്ന ആ വിഷയങ്ങളെ അനാചാരമാക്കാൻ അവർ കൊണ്ടുവന്നിട്ടുള്ള മാനദണ്ഡത്തെ തന്നെ നമുക്ക് കുഴിച്ചു മൂടാൻ ഈ സംവാദത്തിൽ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി സുന്നികൾ ചെയ്യുന്ന കൂട്ടുപ്രാർത്ഥന അത് വിദ്അത്താണ്, അതുപോലെ മൗലിദ് അത് വിദ്അത്താണ്, മരിച്ചെടുത്ത് ഖുർആൻ ഓതൽ വിദ്അത്താണ്, അതിനൊക്കെ അവർ പൊതുസമൂഹത്തോട് പാമരന്മാരായ ജനങ്ങളോട് പറയാനുള്ളത് അത് നബി ചെയ്തിട്ടില്ല അതുകൊണ്ട് വിദ്അത്താണ്. നമ്മൾ പറഞ്ഞു നബി ചെയ്തിട്ടില്ല എന്ന് സ്ഥിരപ്പെട്ടാൽ തന്നെ അതിനൊരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടില്ല, അതാണ് ഖുർആൻ തറാവീഹിലെ ജമാഅത്ത്. അതുപോലെ ഖുർആൻ ക്രോഡീകരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ല. മദ്രസ സംവിധാനം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ല. ഇപ്പൊ സംഘടന ബിദ്അത്താണോ അല്ലേന്നാണല്ലോ നിങ്ങൾ തർക്കം തന്നെ, സക്കരിയങ്ങളും വേർപിരിയാൻ തന്നെ പ്രശ്നം അതാണല്ലോ. അത് ബിദ്അത്താണോ അല്ലേ? അദ്ദേഹം പറഞ്ഞു അത് ലുഗവിയായ ബിദ്അത്താണ്. എന്നാൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് എല്ലാ ബിദ്അത്തും അനാചാരമാണെന്ന് പറയുന്നത് എന്ന ചോദ്യത്തിനും ഫൈസൽ മൗലവിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാഹ്, നബിദിനാഘോഷം അത് ബിദ്അത്താണ് എന്നും അത് അനാചാരമാണ് എന്നതിനും തെളിവായി അല്ലെങ്കിൽ പൊതുസമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അവർ വലിയ ഒരു അടിസ്ഥാനമായി കൊണ്ടുവന്നിരുന്ന ആ അടിസ്ഥാനത്തെ അസുലിനെ തന്നെ പൊളിച്ചു കളഞ്ഞതുകൊണ്ട് ഇനി ഒരിക്കലും വഹാബി പ്രസ്ഥാനത്തിന് നബിദിനാഘോഷം അനാചാരമാണ് എന്ന് പറയാൻ കഴിയൂല. അങ്ങനെ പറയുകയാണെങ്കിൽ ഖുതുബയിലെ സ്വലാത്ത് അവർ ഒഴിവാക്കേണ്ടി വരും. കാരണം അത് അനാചാരമല്ല എന്നവർ പറഞ്ഞിരിക്കുന്നു. നബി ചെയ്തിട്ടില്ല എന്നും അവിടുന്ന് പരസ്യമായി അവർ സമ്മതിക്കുകയാണ് അത് നബി ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്യുന്ന പോലെ തസ്ബീഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ? അത് നബി തങ്ങൾ ചെയ്തിട്ടില്ല എന്നവർ സമ്മതിക്കുകയാണ്. അതുപോലെ നിങ്ങൾ ചെയ്യുന്നത് പോലെ തറാവീഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ? അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല എന്നവർ സമ്മതിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന രീതിയിലും ഭാവത്തിലും ഇതിൻ്റെതായ ശൈലിയിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് വന്നതുകൊണ്ട് പിന്നെ എങ്ങനെയാണ് നബിദിനാഘോഷം അത് ബിദ്അത്തായി അനാചാരമായി എന്ന് നിങ്ങൾ പറയുന്നത് എന്ന ആ ഒരു ചോദ്യമായിരുന്നു അവിടെ നിയലിച്ചു നിന്നത്. അവിടെ കൂടിയിട്ടുള്ള ആളുകൾക്കും ഇൻഷാ അല്ലാഹ് CD കാണുമ്പോഴും നമുക്കത് ബോധ്യപ്പെടും. രണ്ടാമത് നമ്മൾ പറഞ്ഞ അവർ ഉയർത്തിക്കൊണ്ടുവന്ന ആശയത്തിന് ഒരു ആയത്തോ ഒരു ഹദീസോ ചോദിച്ചിട്ട് ആയത്തുമില്ല ഹദീസുമില്ല, പ്രാമാണികന്മാരായ പണ്ഡിതന്മാരെ ആയത്ത് ഉദ്ധരിച്ചു വിശദീകരിക്കാൻ പറഞ്ഞിട്ട് അതിനും അവർക്ക് തെളിവ് ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ല. വിഷയാവതരണവും അതുപോലെ അവലോകനവും മറുപടി എല്ലാ പ്രസംഗവും ചോദ്യമൊക്കെ ഫൈസൽ മൗലവി ആദ്യം ചോദിച്ചതല്ല പിന്നെ ചോദിക്കുന്ന, ആദ്യം പറഞ്ഞതല്ല പിന്നെ ഫൈസൽ മൗലവി പറയുന്നത്, ആകപ്പാടെ അങ്കലാപ്പിലായിട്ടുള്ള ഒരു രീതിയാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഇസ്സത്ത് നൽകുമാറാവട്ടെ. അതിന് നേതൃത്വം നൽകിയിട്ടുള്ള നമ്മുടെ ഫൈസൽ ഹസൻ ഉസ്താദും അതുപോലെ റഷീദ് സഖാഫി ഏലംകുളമൊക്കെ അതുപോലെ നമ്മുടെ ബാവ മീർ സാഹിബൊക്കെ ആയിരുന്നു അവിടെ മോഡറേറ്ററായിട്ട് ഇരുന്നത്. എല്ലാം വളരെ ഭംഗിയായി തന്നെ നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇനിയും ഇതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഇസ്സത്ത് ഉണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മുടെ ആലിമീങ്ങൾക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവസാനം അവലോകനത്തിൽ നമ്മൾ മഹാനായ ഇമാം തഫ്താസാനി റളിയല്ലാഹു അൻഹു ഇവരുദ്ധരിച്ച ഇവരുടെ ആശയത്തിൽ പാപ്പരത്വം ബോധ്യപ്പെടുത്തി, വമിനൽ ജഹലത്തി, പാമര വിഡ്ഢികളിൽപ്പെട്ടതാണ്, പരമവിഡ്ഢികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും കാലത്തില്ലാത്ത എല്ലാ വിഷയങ്ങളും തെറ്റാണ് എന്ന് പറയുന്ന ആളുകൾ അവർ വിഡ്ഢികളാണ്, അവർക്ക് വിവരമില്ലാത്തവരാണ് എന്ന് ഇമാം തഫ്താസാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എന്ന ഉദ്ധരണിയൊക്കെ നമ്മൾ വളരെ വിശദമായി അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മുടെ പ്രസ്ഥാനത്തിനും നമ്മുടെ ദീനിനും ഉപകരിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അള്ളാഹു അങ്ങനെ തന്നെ ആക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി വിഷയങ്ങളൊക്കെ ബാവാമീർ സാഹിബ് തന്നെ പറയുന്നതാണ്. ആവശ്യമെങ്കിൽ സമയമുണ്ടെങ്കിൽ വരാമെന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.